എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: പരിഹാസികളെ, നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കരുത് എന്നുള്ള ആഴമായ സന്ദേശമാണ്. നാം ലോകത്തിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ പരിഹസിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഏത് മേഖലകളിൽ നോക്കിയാലും നമുക്ക് കാണുവാനായിട്ട് കഴിയാറുണ്ട്. ഇന്ന് നാം പരിഹസിക്കുന്ന ആളുകൾ നാളെ നമ്മുടെ ജീവിതത്തിനകത്ത് നന്മ നൽകേണ്ടവരാണോ എന്ന് പോലും ചിന്തിക്കാതെ അകാരണമായി മറ്റുള്ളവരെ പരിഹസിക്കുന്ന, ആക്ഷേപിക്കുന്ന നിരവധി വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കാറുണ്ട്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിനകത്ത് യോസേപ്പ് എന്ന് പറയുന്നതായ ഒരു ഭക്തനായ മനുഷ്യനെക്കുറിച്ച് ഓർപ്പിക്കുമ്പോൾ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിങ്കൽ നിന്ന് സ്വപ്നങ്ങൾ കാണുകയും ചെയ്യുന്നവനായിരുന്നു. സ്വപ്നക്കാരൻ എന്ന് പറഞ്ഞ് തന്നെ ആക്ഷേപിക്കുന്നതായ സഹോദരങ്ങളെ നമുക്ക് 37-ാം അധ്യായത്തിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. സഹോദരന്മാരെ കാണാത്തതുകൊണ്ട് അവർക്കുള്ള ഭക്ഷണപ്പൊതിയുമായി സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിപ്പാൻ വന്നിരിക്കുന്ന യോസേപ്പിനെ അവർ അപമാനിക്കുകയും തൻ്റെ അങ്കി ഊരി വാങ്ങി പൊട്ടക്കിണറ്റിൽ തള്ളുകയും ഇശ്മായേല്യ കച്ചവടക്കാർക്ക് വിൽക്കുകയും ചെയ്യുമ്പോൾ പരിഹാസ മനോഭാവത്തോടെയാണ് യോസേപ്പിനെ അവർ കൈമാറുവാൻ ഇടയായിത്തീർന്നത്. നാളെ ക്ഷാമകാലത്ത് ഇവരെ പോറ്റേണ്ടവരാണ് യോസേപ്പ് എന്നുപോലും ചിന്തിക്കാതെ യോസേപ്പിനെ പരിഹസിക്കുന്ന സഹോദരന്മാരുടെ ചിത്രമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ വരുമ്പോഴും ഇബ്താഗ് എന്ന് പറയുന്നതായ മനുഷ്യനെ നോക്കിക്കൊണ്ട് നീ പരസ്ത്രീയുടെ മകനാണെന്ന് പറഞ്ഞ് അവനെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും അപ്പൻ്റെ മുതൽ കൊടുക്കാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുമ്പോൾ ആ പരിഹാസം താങ്ങാൻ കഴിയാതെ, സഹിക്കാനാവാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായ ഒരു ഇബ്താഗിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പിന്നത്തേതിൽ അയൽ രാജ്യങ്ങൾ അവരോട് യുദ്ധത്തിന് വന്നപ്പോൾ ഇബ്താഗ് തന്നെ വന്ന് അവരെ സഹായിക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ടായതും ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. ഇബ്താഗിനെ പരിഹസിച്ചവർ ഓർത്തില്ല, നാളുകളിൽ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ ഇവൻ വേണ്ടി വരുമെന്നുള്ള ചിന്തയില്ലാതെ അവനെ പരിഹസിക്കുന്നവൻ ഇടയായിത്തീർന്നിട്ടുണ്ട് എന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ദൈവത്തിൻ്റെ വചനവും അങ്ങനെ തന്നെയാണ് ഓർപ്പിക്കുന്നത്. മറ്റുള്ളവരെ പരിഹസിക്കുന്ന പരിഹാസികളെ, നിങ്ങൾ മറ്റുള്ളവരെ പരിഹസിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിഹസിക്കുന്നതിൽ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ഓർത്തുകൊള്ളണം, നാളുകളിൽ അവരായിരിക്കും നിങ്ങൾക്ക് താങ്ങായി, തണലായി, ആശ്വാസമായി തീരേണ്ടവർ എന്ന് ആഴമായ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ വചനത്തിലൂടെ നമുക്ക് നൽകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം മറ്റുള്ളവരെ പരിഹസിക്കുന്നവരാകുന്നു എങ്കിൽ നാം അത് അവസാനിപ്പിച്ചിട്ട് മറ്റുള്ളവരെ കൂടി നാം സ്നേഹിക്കുന്നവരായി തീരണം. ഇല്ലെങ്കിൽ നാളുകളിൽ നാം ഒരുപക്ഷെങ്കിൽ ദുഃഖിക്കേണ്ടി വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പരിഹാസം സഹിക്കുന്ന പ്രിയപ്പെട്ടവരോടും ഓർമ്മപ്പെടുത്തുന്ന സന്ദേശം, നിങ്ങൾ ഇന്ന് പരിഹസിക്കപ്പെടുന്നെങ്കിലും നിങ്ങളെ പരിഹസിച്ചവർ നാളുകളിൽ നിങ്ങളെ ബഹുമാനിക്കുന്നൊരു കാലമുണ്ടെന്നോർത്ത്
ശാന്തതയോടെ ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്യൂ, പ്രാർത്ഥിക്കൂ. ദൈവം അതിന് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ മറ്റുള്ളവരെ പരിഹസിച്ചിട്ട് നാളുകളിൽ അവരിൽ നിന്നുള്ള സഹായം കൈപ്പറ്റിയിട്ട് ഞങ്ങൾ പോഷന്മാരെപ്പോൾ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയല്ല. ഞങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരായി തീരുവാനിടയാക്കണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന പരിഹാസ വാക്കുകളുടെ മുമ്പിൽ ഞങ്ങൾ ക്ഷീണിച്ചു പോകാതിരിക്കുകയും നാളുകളിൽ ഞങ്ങളെ മാനിക്കുന്നൊരു ദൈവമുണ്ടെന്നോർത്ത് ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.